നമസ്കാരം, കേരള ടെക് വേൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബിഫാമിന്റെ റാങ്ക് പ്രസിദ്ധീകരിച്ചു. അത് സംബന്ധിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഇട്ടു, ബ്രോ എനിക്ക് ഇതാണ് റാങ്ക്, എനിക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു പ്രീവിയസ് ഇയർ റാങ്ക് അനാലിസിസ്, കീപ് 2023യുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളൊരു റാങ്ക് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാ കാറ്റഗറിയും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യും. റിസർവ്ഡ് കാറ്റഗറി, അൺറിസർവ്ഡ് കാറ്റഗറിയുടെ റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ഫുൾ ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് പ്രകാരം ഗവൺമെന്റ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള ബിഫാം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആലപ്പുഴ, അതുപോലെ തന്നെ കണ്ണൂർ, അതുപോലെ തന്നെ കോഴിക്കോട്, അതുപോലെ തന്നെ കോട്ടയം, അതുപോലെ തന്നെ ട്രിവാൻഡ്രം. അപ്പോൾ ഇത്രയും 5 കോളേജുകളാണ് കീപ് 2023 ഡേറ്റ വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഇനി ഇവിടുത്തെ കൂട്ടത്തിൽ ഏറ്റവും കോമ്പറ്റീഷൻ ഉള്ള ഒരു കോളേജായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കോഴിക്കോടാണ്. കോഴിക്കോട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 1443 അപ്പം ഞാൻ ബാക്കിയുള്ള കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളൊന്ന് പറയാം. ഞാൻ സ്റ്റേറ്റ് മെറിറ്റിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ആലപ്പുഴ കോളേജ് നോക്കുവാണെങ്കിൽ 4211, കണ്ണൂർ നോക്കുവാണെങ്കിൽ 3928, കോഴിക്കോട് 1443, കോട്ടയം 4699, അതുപോലെ തന്നെ ട്രിവാൻഡ്രം 4435. ഇത്രയുമാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് സ്റ്റേറ്റ് മെറിറ്റിൻ്റെത്. ഇനി നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോളേജിലെ ഞാൻ ഈ പറഞ്ഞ കോളേജുകളിലെ മറ്റ് കാറ്റഗറി ഡീറ്റെയിൽസ് ആണ്. അതായത് മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് എത്ര റാങ്ക് വരെ ലാസ്റ്റ് റാങ്ക് വിളിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ EWS, ഈഴവ, മുസ്ലിം, SC, ST ഇത്രയും കാറ്റഗറീസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ഏകദേശം ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറയാനായിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഓഫ്.